വാട്സാപ്പിലെ DP അതായത് പ്രൊഫൈൽ പിക്ചർ ക്രോപ്പ് ചെയ്യാതെ ഫുൾ സൈസിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. സാധാരണ നമ്മൾ കഷ്ടപ്പെട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് അത് ഗാലറിയിൽ നിന്നും വാട്സാപ്പിൻ്റെ DP ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ക്രോപ്പ് ചെയ്യാനാണ് കാണിക്കുക. ഒന്നുകിൽ തല പോകും, അല്ലെങ്കിൽ കാല് പോകും. ഇനി ഗ്രൂപ്പ് ഫോട്ടോ ആണെങ്കിൽ സൈഡിലുള്ള ഏതെങ്കിലും ഒരാളെ ഒഴിവാക്കിയേ മതിയാകൂ. എന്നാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഏത് ഫോട്ടോവും ക്ലാരിറ്റി കുറയാതെ ക്രോപ്പ് ചെയ്യാതെ നിങ്ങളുടെ വാട്സാപ്പിൻ്റെ DP ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ ഞാനൊരു ട്രിക്ക് കാണിച്ചു തരാം. ഇതിനായിട്ടൊരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ആണ് വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റാണ് ഓപ്പൺ ആകുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയത് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ എൻ്റെ മൊബൈലിലെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. വാട്സാപ്പ് ഓപ്പൺ ചെയ്തു. ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു. ഇവിടെ പ്രൊഫൈൽ പിക്ചറിൻ്റെ ഭാഗം സെലക്ട് ചെയ്തിട്ട് വീണ്ടും അത് തന്നെ സെലക്ട് ചെയ്യാണ്. ഇവിടെ ഗാലറി എന്ന ഭാഗം ഞാൻ സെലക്ട് ചെയ്തു. ഗാലറിയിലുള്ള ഈ ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യാണ്. കണ്ടോ, ഇത് ഫുൾ സൈസിൽ എനിക്ക് വെക്കാനേ പറ്റുന്നില്ല. ഒന്നുകിൽ കാല് പോകും, അല്ലെങ്കിൽ തല പോകും. എന്തായാലും ക്രോപ്പ് ചെയ്തേ പറ്റൂ. എന്നാൽ ഇതേ ഫോട്ടോ തന്നെ ഞാൻ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ക്രോപ്പ് ചെയ്യാതെ ഫുൾ സൈസിൽ വെക്കാൻ പോവുകയാണ്. അതിനായിട്ട് നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഞാൻ തന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും. അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ നമുക്ക് വേണ്ട. ഡോണ്ട് അലോ എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഗാലറി, ക്യാമറ, സെറ്റിങ്സ്, പ്രീമിയം എന്നൊക്കെ കാണാൻ സാധിക്കും. ഞാനിവിടെ ഗാലറി ഓപ്പൺ ചെയ്യാണ്. അതിനുശേഷം അതേ ഫോട്ടോ തന്നെ ഞാൻ സെലക്ട് ചെയ്തു. ഇവിടെ ഡൺ കൊടുത്തു. ഡൺ കൊടുത്ത ഉടനെ തന്നെ പ്രൊഫൈൽ ഫോട്ടോ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി താഴെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതൊന്നും ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ടൈറ്റിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിൽറ്റേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ എക്സ്പെക്റ്റ് എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ സൈസൊക്കെ നമുക്ക് മാറ്റാം. ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓരോന്നും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ വാട്സാപ്പിൻ്റെ DP വെക്കണമെങ്കിൽ ആദ്യത്തെ ഈ ഒരു സൈസ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കണം. ഓക്കെ, ഞാനത് സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ ജസ്റ്റ് ഒന്ന് ബാക്ക് വന്നു കഴിഞ്ഞാൽ അത് ഗാലറിയിലേക്ക് സേവ് ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഗാലറിയിൽ ഇവിടെ സേവ് ആയി കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെ കാണിക്കുമ്പോൾ ഇവിടെ ഇൻഡോ മാർക്ക് ക്ലിക്ക് ചെയ്ത് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഞാൻ വീണ്ടും വാട്സാപ്പ് ഓപ്പൺ ചെയ്യാണ്. അതിനുശേഷം 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു. വീണ്ടും DPയുടെ ഭാഗം സെലക്ട് ചെയ്തിട്ട് വീണ്ടും അത് തന്നെ സെലക്ട് ചെയ്ത് ഇവിടെ ഗാലറി ഓപ്പൺ ചെയ്യാണ്. അതേ പിക്ചർ ഇവിടെ വീണ്ടും വന്നിട്ടുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ ക്രോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കൃത്യമായിട്ട് ഫുൾ സൈസിൽ തന്നെ നല്ല ക്വാളിറ്റിയോടുകൂടി വന്നിട്ടുണ്ട്. ഡണ്ണ് കൊടുക്കുകയാണ്. ഇവിടെ പ്രൊഫൈൽ ഫോട്ടോ ആഡ് ആയി കഴിഞ്ഞു. ഓക്കെ, കണ്ടോ, ഇവിടെ ഫുൾ സൈസിൽ തന്നെ നമുക്ക് ഫോട്ടോ വെക്കാൻ സാധിക്കും. അപ്പോൾ ഇനി ഏത് ഫോട്ടോവും ക്രോപ്പ് ചെയ്യാതെ കട്ട് ചെയ്യാതെ നിങ്ങളുടെ വാട്സാപ്പിൻ്റെ DP ആയിട്ട് നിങ്ങൾക്ക് അനായാസം സെറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി ഏത് ഫോട്ടോവും ക്ലാരിറ്റി കുറയാതെ ക്രോപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് വാട്സാപ്പിൻ്റെ DP ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.